ഇപ്പൊ വീട്ടിൽ നിന്ന് വിഷമിച്ചോണ്ടിരുന്ന ജോജയാണ് പുറത്ത് വെച്ച് സുൻഹയെ കണ്ടുടനെ അവളുടെ ദുഃഖമെല്ലാം മറന്ന് സന്തോഷത്തിലാവും. അതിനുശേഷം ഇവരുടെ ഒരുമിച്ച് പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അതേസമയം ഇവന്റെ കൂട്ടുകാരനും ഇവനെ ഫോൺ വിളിക്കും. അപ്പോഴാണ് അവനും ഇവളുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അവൻ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഇവളുടെ ഒരുമിച്ച് ഇന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കും. അതിനുശേഷം അവനും ഇവൾ ആദ്യം കണ്ടപ്പോ പാരന്റ്സ് ആയിട്ടൊക്കെ സന്തോഷിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ടാ അവൻ വിചാരിച്ചെന്നറിയും. കാരണം ഇവളെ കാണാൻ അത്രയ്ക്കും ചിയർഫുൾ ആയിരുന്നു. പക്ഷെ ഇവൻ വിചാരിച്ച പോലെയല്ല അവൾ ജീവിക്കുന്നതെന്ന് അവനിപ്പം പറയുമ്പം അവള് സ്വന്തം അച്ഛനമ്മ മരിച്ചെങ്കിൽ പോലും ഇവളെപ്പോഴും ഫേസ് സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ഇപ്പൊ അവനോട് പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങനെ അവളുടെ അച്ഛനമ്മയും മരിച്ചത് ജജു ഐലാൻഡ് വെച്ച, അതുകൊണ്ടാ അവൾക്ക് അവിടെ പോകാൻ ഇഷ്ടപ്പെടാത്ത. അങ്ങനെ ഈ കാര്യം അവനോട് പറയുമ്പോഴാണ് ഇത് കേട്ട അവനും എങ്കിൽ പിന്നെ നമ്മൾ സ്കൂൾ ട്രിപ്പിന് പോകാതെ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും കറങ്ങാന്ന് പറഞ്ഞ് ഇവളെ വിളിക്കും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ ഇവളെന്തിനാ ജജു ഐലൻഡിൽ പോകാൻ ഇഷ്ടപ്പെടാത്തതെന്ന് ഇവൻ അറിയേണ്ടതെന്ന് ചോദിക്കുമ്പം അവൻ അതൊക്കെ തോന്നുമ്പം പറഞ്ഞാൽ മതി, നമുക്ക് ഒരുമിച്ച് അവര് ട്രിപ്പിന് പോകുമ്പോൾ കറങ്ങാന്ന് ഇവളെ സന്തോഷത്തിൽ വിളിക്കും. അതുകൊണ്ട് ഇവന് വേണ്ടി അവളും നമുക്ക് സ്കൂൾ ട്രിപ്പിന് പോകാന്ന് പറഞ്ഞിപ്പോ സമ്മതിക്കും. കാരണം ഇവൻ കൂടെ ഉണ്ടെങ്കിൽ അവൾക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവസാനം ഇവളും ജജു ഐലൻഡിൽ പോകാൻ തീരുമാനിക്കും. എന്നിട്ട് അവർ രണ്ടുപേരും പരസ്പരം അവരുടെ ഫോണിലെ ലവ് അലാറം അടിപ്പിച്ച് അവർ സന്തോഷത്തിരിക്കും. കാരണം ഇവർ പരസ്പരം ഇഷ്ടമാണെന്ന് ആ ആപ്ലിക്കേഷനാണ് ഇവർക്ക് പ്രൂവ് ചെയ്ത് കാണിക്കുന്നത്. അങ്ങനെ അതിനുശേഷം ഇവരും ജജു ഐലൻഡിലേക്ക് ട്രിപ്പ് പോകുമ്പോഴാണ് അവിടെ വെച്ച് ജോജോയും ഇവന്റെ കൈ പിടിച്ച് നടന്നുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും ഇപ്പൊ എല്ലാവരും കാണുമ്പോൾ ഇവന്റെ കൈ പിടിക്കുന്ന ഇവൾ കുഴപ്പമില്ലെന്ന് ചോദിക്കുമ്പോൾ അവളതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവന്റെ കൂടെ റൊമാൻസ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവനും ഭാഗ്യത്തിന് ഒരു 4 വർഷം മുമ്പ് ഇവളെ കണ്ടുമുട്ടില്ലെന്ന് അറിയും. കാരണം 4 വർഷം മുമ്പ് ഇവന്റെ ഫേസ് മൊത്തം കുരുപ്പായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് ഇവളെ കണ്ട് ഇഷ്ടപ്പെടത്തില്ലെന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവളാണ് ചിരിച്ചോണ്ട് കുരുപ്പുണ്ടായിരുന്നെങ്കിൽ നിന്നെ കാണാൻ ക്യൂട്ടാണെന്ന് പറഞ്ഞ് അവള് കളിയാക്കും. അതുകൊണ്ട് അവനിങ്ങനെ ഷൈ ആയിട്ടിരിക്കുമ്പോൾ ഇത് കണ്ട് അവൾക്കൊന്നും മനസ്സിലാവാതെ ഇവന് പെട്ടെന്ന് എന്തോ പറ്റിയും ചോദിക്കും. അപ്പോഴാണ് അവനും ഇവളോട് കുറെ ഇഷ്ടത്തിലായതുകൊണ്ട് ഇവൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങിയെന്ന് പറയും. അതുകൊണ്ട് അവൻ തന്നെ ഇവിടെ നാണിച്ചിരിക്കും. ഇതേസമയം ഹെയ്യും ഒറ്റയ്ക്ക് ട്രിപ്പ് എൻജോയ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ കസിന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അവളെയും ഗുവനും കൂടെ ഒന്നിച്ചിർത്താൻ വേണ്ടി നോക്കും. പക്ഷെ അവൾക്കാണെങ്കിൽ അതൊട്ടും തന്നെ ഇഷ്ടപ്പെടത്തില്ല. എന്നിട്ട് ഇവരും പുറത്തേക്ക് കറങ്ങിയതിനു ശേഷം തിരിച്ച് ഹോട്ടലിലേക്ക് വരുമ്പോഴാണ് ഇവിടെ ജോജോയുടെ കസിനും ഹേയിനെ വിളിച്ചോണ്ടുപോയി ജോജോയുടെ ഫാമിലി മാറ്റർ എല്ലാം തുറന്നു പറയും. അപ്പോഴാണ് അത് കേട്ട അവനും ഇപ്പൊ ഇതൊക്കെ ഇവനോട് പറയാനുള്ള കാരണം ഇത് ഇവൻ ചെന്ന് സുൻഹയോട് പറയാനാണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവൾ ഓപ്പൺ ആയിട്ട് അവൾക്ക് സുൻഹയെ ഒത്തിരി ഇഷ്ടമെന്ന് പറയും. പക്ഷെ അവൻ വിചാരിക്കുന്നില്ല ആ ജോജോ നല്ല പെങ്കൊച്ചൊന്നുമല്ല, അവളുടെ അച്ഛനമ്മ മരിക്കാനുള്ള കാരണം അവളാന്ന് പറയുമ്പം ഇത് കേട്ട് ഇവനാണ് ദേഷ്യത്തി. പിന്നെ ആ സമയത്ത് ജോജ് എന്തോ ചെയ്യണ്ടേ, അവളുടെ അച്ഛനമ്മയും കൂടെ അല്ലേ ഇവളെ കൊല്ലാൻ നോക്കിയത്, അതിൽ നിന്ന് അവള് രക്ഷപ്പെട്ടെന്നത് അവളുടെ തെറ്റാണ് എന്നിന് ഇവൻ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. അതിനുശേഷം അവൾ വന്ന കാര്യം ഫെയിൽ ആയി പോയെന്ന് അറിഞ്ഞിട്ട് അന്ന് അവളുടെ പെർഫോമൻസ് ഒക്കെ അവളുടെ ഗ്രൂപ്പായിട്ട് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് ദൂരെ ഇരുന്ന് ഗുവാണ് അവന്റെ മൊബൈൽ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവൻ അവളെ മാത്രം ഫിൽം ചെയ്യുന്നിട്ട് അവൾക്ക് അതൊട്ട് ഇഷ്ടപ്പെടത്തില്ല. അതിനുശേഷം സുൻഹോ ഹേയും കൂടെ പുറത്തേക്കും സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവരുടെ അടുത്തേക്ക് ജോജയും വരും. അങ്ങനെ അതുകൊണ്ട് സുൻഹോയും ഹെയ്യോങ്ങിനെ അവളെ പരിചയപ്പെടുത്തുമ്പോൾ അവനാണ് എന്തിനാണ് എന്നെയൊക്കെ പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഇവിടെ അവളുടെ കസിനാണ് ഭയങ്കര ദേഷ്യത്തി അവന്റെ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കും. എടാ നിനക്ക് വേറെ പണിയൊന്നുമില്ല, നീ എന്തിനാ എന്റെ പുറത്തെ നടക്കുന്നത്, നീ എന്നെ വീഡിയോ എടുക്കുന്നോണ്ട് എനിക്ക് നാണക്കേടാ എന്നിന് അവളും ദേഷ്യപ്പെടുമ്പം ഇവനാണ് വിഷമിച്ചിട്ട് ഇവൾക്ക് അവനോട് അത്രയ്ക്കും വെറുപ്പുണ്ടോന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും പിന്നല്ലാതെ നീ എന്റെ ലവ് അലാറം അടുപ്പിച്ചോണ്ടാ ഇന്ന് എല്ലാരും കൂടെ നമ്മൾ ഒരുമിച്ചിരുത്തി ഫോട്ടോ എടുപ്പിച്ച, എനിക്കത് കണ്ടപ്പോ തന്നെ സഹിക്കുന്നില്ല എന്നിന് ഇവനെ കുറെ വഴക്കുറയുമ്പം അവന് തിരിച്ച് ഇവളോട് സോറി പറയും. അതിനുശേഷം അവിടേക്ക് വരുന്ന ജോജോ സുൻഹയും കണ്ടിട്ട് അവൻ പെട്ടെന്ന് ഫോൺ എടുത്തോണ്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് രാത്രി സ്റ്റുഡൻസ് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ലവ് അലാറത്തിന്റെ ഗെയിം കളിക്കുമ്പോഴാണ് അത് ഈ ജോജോയുടെ കൂട്ടുകാരിയും അടുത്ത് ഇൽസിക്ക് ഇരിക്കുന്നുണ്ട്, അവൾ ആ ഗെയിമിൽ പങ്കെടുക്കത്തില്ല. അതേപോലെ അവനും ഇവളുള്ളതുകൊണ്ട് ലവ് അലാറം ഓൺ ചെയ്യത്തില്ല. അപ്പോഴാണ് ബാക്കി എല്ലാവരും കൂടെ ഇവരെ കണ്ടിട്ട് ഇവർ രണ്ടുപേരും മാത്രം എന്താ ഗെയിമിൽ പങ്കെടുക്കാത്തെന്ന് പറഞ്ഞ് ഒരു അവൾക്ക് ഇൽസിക്കിനോട് വല്ല സ്നേഹം ഉണ്ടോന്ന് പറഞ്ഞ് ഇവരൊക്കെ കളിയാക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ജോജോ ആണ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ കൂട്ടുകാരിയും ദേഷ്യത്തി എനിക്ക് ഈ കളി പങ്കെടുക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം ജോജോ അവളുടെ പുറകെ തന്നെ ചെന്നിട്ട് ഇവൾക്ക് ഇൽസിക്കിന് ഇഷ്ടമാണെങ്കിൽ എന്തുകൊണ്ട് അവനോട് പറയാത്തേം ചെയ്യിക്കും. അപ്പോഴാണ് അവൾ അത് കേട്ടിട്ട് ജോജോ എനിക്ക് അവൻ ഇഷ്ടമെന്ന് പറഞ്ഞാൽ നീ എന്തോ അവനെ ബ്രേക്കപ്പ് ചെയ്യും അപ്പൊ തന്നെ, ആ ചിലപ്പോൾ നീ ചെയ്യുമായിരിക്കും, കാരണം നിനക്ക് ബ്രേക്കപ്പ് ചെയ്യാനൊക്കെ ഈസി അല്ലേ, നീ ഇൽസിക്കിന് ഇഷ്ടപ്പെടുമ്പോൾ തന്നെ വേറൊരുത്തിന് ചെന്ന് കിസ് ചെയ്ത് അത് ഞാൻ ആ ഫോട്ടോ എടുത്ത് അവൻ അയച്ചു കൊടുത്ത, എനിക്ക് തന്നെ വെറുപ്പായി ഞാൻ അത് കണ്ടത് എന്നിന് ഇവൾ പറയുമ്പോഴാണ് ജോജയെ മനസ്സിലാക്കുന്ന അപ്പൊ ഇവൾ ആ ഫോട്ടോ എടുത്തേന്ന്. അങ്ങനെ അവൾ എന്തിനെങ്ങനെ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അവളുടെ കൂട്ടുകാരും ദേഷ്യത്തി, കാരണം അവൾക്ക് ഇൻസിക്കിന് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ജോജോയും തിരിച്ച് റൂമിലേക്ക് പോകാൻ നോക്കുമ്പോഴാണ് അവിടെ ഇൽസിക്കുള്ളതുകൊണ്ട് അവൾ അപ്പുറത്ത് റൂമിൽ ചെന്ന് ഒറ്റയ്ക്കിരിക്കും. അതിനുശേഷം രാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോഴാണ് ഇവന്മാർ കുറെ കാണിച്ചു കൂട്ടിയത് അവിടെ മൊത്തത്തിൽ തീ പിടിക്കും. അങ്ങനെ അതുകൊണ്ട് എല്ലാവരും കൂടെ തീ പിടിച്ചെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുമ്പം ഇത് കണ്ടിട്ട് ജോജയാണ് മൊത്തത്തിൽ പേടിച്ചുപോയി. അവൾക്ക് അവളുടെ അച്ഛനമ്മയും കൂടെ ഓർമ്മ വരും, കാരണം ഇവളുടെ മനസ്സിൽ മാറാത്തൊരു സംഭവമാണത്. അതുകൊണ്ട് അവളും പേടിച്ചോണ്ട് അവൾ കൊച്ചിൽ എങ്ങനെയാണ് വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ
നോക്കിയ അതേപോലെ ഇപ്പൊ ഇവിടെ ഭയങ്കര ബഹളം ഉണ്ടാക്കി അവൾ ജനാലയൊക്കെ തുറക്കാൻ നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഇത് കണ്ട് എല്ലാരും കൂടെ പേടിച്ചിട്ട് ഇവൾക്ക് ഇത് എന്തോ പറ്റിന്ന് അറിഞ്ഞ് സാറുമാരെ കൊന്നുകൂടും. എന്നിട്ട് അവളും കരഞ്ഞോണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഓടിച്ചിരുമ്പോഴാണ് ഇവൾ ആ പേടി കാരണം ഇവൾക്ക് ശ്വാസം എടുക്കാൻ പോലും പറ്റത്തില്ല. അപ്പോഴാണ് അവിടേക്ക് സുൻഹയും വന്നുടനെ ഇവൾ എനിക്ക് ഒരു സെക്കൻഡിൽ ഇവിടെ നിൽക്കാമെന്നറിഞ്ഞ് അവളെ പുറത്തേക്ക് വിളിച്ചോണ്ടാൻ പറയും. അപ്പോഴാണ് അവനും ഇവൾ അപ്പത്തന്നെ വിളിച്ചോണ്ട് പുറത്തൊരു റൈഡിന് പോകും. അങ്ങനെ അതിനുശേഷം അവൾ അവനെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചോണ്ട് പോകുമ്പോഴാണ് ഇവളും കൊച്ചിലെ തൊട്ട് എപ്പോഴും ഈ സ്ഥലത്ത് അമ്മൂമ്മയുടെ കൂടെ വരും എന്ന് പറയും. അപ്പോഴാണ് അവന് ഇതിനുമ്പ് ഇതിൻ്റെ കൂടെ ഫാമിലിയോട് വന്നിട്ടുണ്ട്. പക്ഷെ ഒന്നെങ്കിൽ കാറിൽ ഇരുന്നതൊക്കെ കാണും, അല്ലെങ്കിൽ നേരെ ഹോട്ടലിൽ ചെല്ലുമെന്ന് പറഞ്ഞ് ഇവൻ ഇതുവരെ ഇതേപോലെ ആസ്വദിച്ചിട്ടില്ലെന്ന് പറയും. അങ്ങനെ ഇവന്റെ അച്ഛനമ്മയും കൊച്ചിലെ തൊട്ട് ഇവനോട് സ്നേഹം പോലും കാണിച്ചിട്ടില്ല. പക്ഷെ വല്ലൊരു ഇന്റർവ്യൂ എടുക്കാൻ വരുമ്പോൾ മാത്രം ഇവനോട് സ്നേഹം കാണിക്കുന്നതിൽ ചുമ്മാ നാടകം കളിക്കും. അങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവനും ഞാൻ എന്റെ കാര്യങ്ങൾ കുറെ പറഞ്ഞ് നിന്നെ ബോറടിപ്പിക്കുന്നതെന്ന് ഇവളോട് ചോദിക്കുമ്പോൾ ഇവൾ അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ല, ഇവൻ സംസാരിക്കുന്ന കേൾക്കാൻ അവൾക്ക് ഇഷ്ടമെന്ന് പറയും. അങ്ങനെ അതിനെ ശിവനും തിരിച്ച് ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൾ സന്തോഷത്തി ചുറ്റിലേക്ക് നല്ല സ്ഥലം നോക്കി അവനെ ഹഗ് ചെയ്ത് തന്നോണ്ടിരിക്കും. അതുകൊണ്ട് അവളും നോക്കി സന്തോഷിച്ചോണ്ട് അവൻ പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവന്റെ ഫ്രണ്ട് ഒരു വണ്ടി വന്നുടനെ ഇവർ രണ്ടുപേരും സ്കിഡായി ഇവർക്ക് ആക്സിഡന്റ് ആകും. അങ്ങനെ അതിനുശേഷം ജോജയും കണ്ണോർന്ന് നോക്കുമ്പോഴാണ് ഇവളുടെ ഫ്രണ്ട് സുൻഹോ ബോധമില്ലാതിരിക്കുന്നതാണ്. അതിനുശേഷം അവൾ അനങ്ങാൻ പറ്റാതെ ഇവന്റെ അടുത്തേക്ക് വരാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവൾക്ക് ഇതിനു മുമ്പ് നടന്ന ആ സംഭവങ്ങളൊക്കെ കാണിക്കുന്നത്. ഇവളുടെ അച്ഛനമ്മയും കൂടെ കുറെ കടത്തിലായതുകൊണ്ട് അവരവസാനം സൂസൈഡ് ചെയ്ത് മരിക്കാൻ തീരുമാനിച്ചാണ്. അതുകൊണ്ട് വീട്ടിൽ വെച്ച് അവര് മരിക്കാൻ വേണ്ടി ജനാലയെല്ലാം മൊത്തത്തിൽ ക്ലോസ് ചെയ്തിട്ട് അന്ന് രാത്രി പോയിസനൊക്കെ കഴിച്ച് അവര് കടന്നുറങ്ങും. പക്ഷെ പാതിരാത്രി എഴുന്നേക്കുന്ന ഇവളാണ് ഛർദിൽ വന്നിട്ട് അവളതെല്ലാം തുപ്പിക്കളയും. അതേസമയം വീട് മൊത്തത്തിൽ തീ കത്തിപ്പോകുമ്പോഴാണ് ഇവൾ അച്ഛനമ്മയും കൂടെ വിളിച്ചുണർത്താൻ വേണ്ടി നോക്കും. പക്ഷെ അവർ രണ്ടുപേരും എപ്പോഴും മരിച്ചുപോയി. അതിനുശേഷം അവളായിരിക്കും എങ്ങനെയൊക്കെ ആ ജനാല പൊട്ടിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു വന്ന്. അങ്ങനെ അതൊക്കെ ആലോചിച്ചോണ്ട് ഇവളിപ്പം ബോധം കെട്ടി വീണു. അങ്ങനെ അതിനുശേഷം ഇപ്പൊ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാണ് കാണിക്കുന്നത്. ജോജോ ആണ് വീണ്ടും പാർട്ട് ടൈം ആയിട്ട് വെഡിങ് അറേഞ്ച്മെന്റിലൊക്കെ വർക്ക് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അവിടെ കല്യാണം നടക്കുന്ന തന്നെ ചെറുക്കനും പെണ്ണിനും പരസ്പരം ലവ് അലാറം അടിക്കുന്നോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് അവർക്ക് ലവ് അലാറം അടിച്ചാൽ മാത്രമേ അവർ കല്യാണം കഴിക്കത്തുള്ളൂ. അങ്ങനെ ലോകത്താണ് എല്ലാവരും ഇപ്പൊ ജീവിക്കുന്നത്. അതിനുശേഷം അവൾ ആ ജോലി കഴിഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോഴാണ് ഇവളുടെ ആന്റിയും അടയ്ക്കുള്ള കടനൊക്കെ ബാക്കി ഉണ്ടായിട്ട് ഇവളെന്തിനാ ഇനിയും പഠിക്കാൻ പോകുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും അത് അവൾ എങ്ങനെയല്ലേ കടച്ചു തീർക്കാന്ന് പറഞ്ഞിട്ട് ഇവളെന്തായാലും പഠിക്കാനായി തീരുമാനിച്ചേക്കെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം അടുത്ത ദിവസം ഇവളും ജോലിക്ക് വന്ന വഴിക്ക് മെയിൻ റോഡിൽ വെച്ച് സുൻഹയെ കണ്ടുമുട്ടുമ്പോഴാണ് ഇവൾക്ക് ആ പഴയ ഓർമ്മയൊക്കെ വന്നു. കാരണം ഇവർ തമ്മിൽ കണ്ടിട്ട് ഇപ്പൊ ഒരു ബന്ധമില്ലെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഇവളും റോഡ് ക്രോസ് ചെയ്യുമ്പം ഇവളുടെ ഫോണിൽ ലവ് അലാറം അടിക്കുന്ന കണ്ടിട്ട് അത് അവനാന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ അപ്പോഴായിരിക്കും അവന്റെ കൂട്ടുകാരെ ഹെയ്യുങ് അവിടേക്ക് വരുന്നത്. അങ്ങനെ ഇവർ പരസ്പരം ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുമ്പം ഹെയ്യുങ് മാത്രമേ ഇവളെ തിരിഞ്ഞു നോക്കത്തുള്ളൂ. അതേസമയം സുൻഹോ വേറൊരു പെണ്ണായിട്ട് ക്ലോസ് ആയിട്ടിരിക്കുന്നിട്ട് അവള് വിഷമിച്ച് അവിടെ നിന്ന് പോകും. എന്നിട്ട് അവള് അന്ന് ആക്സിഡന്റിന് ശേഷം ഇവർക്ക് എന്തോ സംഭവിച്ചെന്ന് ആലോചിച്ച് നോക്കുന്നത്. അതായത് ആക്സിഡന്റിന് ശേഷം ഇവൾ ആശുപത്രിയിൽ ഡിസ്ചാർജ് ആകും. പക്ഷെ ഇവള് കണ്ണുറന്ന് നോക്കിയപ്പോൾ ഇവൾക്ക് സുൻഹോ എവിടെ അറിഞ്ഞാണത്തില്ല. അതുകൊണ്ട് അവൾ അവന് കുറെ മെസ്സേജ് കഴിച്ച് വിളിച്ചു നോക്കുമ്പോൾ അവന്റെ സൈഡിൽ നിന്ന് ഒരു അനക്കവും കാണത്തില്ല. അതുകൊണ്ട് അവന് കോള് മെസ്സേജ് എല്ലാം കാണുവാണ്. ഇവൾ അപ്പം തന്നെ വിളിക്കാൻ വേണ്ടി മെസ്സേജ് അയച്ചേക്കും. അതിനുശേഷം സുൻഹോ സ്കൂളിൽ വല്ലതും വന്നോണെന്ന് അറിഞ്ഞ് അടുത്ത ദിവസം അവനെ കാണാൻ വേണ്ടി ചെല്ലുമ്പം അവിടെ ഹെയ്യങ്ങിനോട് അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തിനും ഈ ജോജ കാരണം അവളുടെ അച്ഛനമ്മയും മരിച്ചു പോയിട്ടുണ്ട്, അതുകൊണ്ട് മിക്കവാറും അവള് കാരണമായിരിക്കും സുൻഹോയ്ക്ക് ഇങ്ങനെ ആക്സിഡന്റ് ഒക്കെ പറ്റിയെന്ന് അറിഞ്ഞ് അവനും കുറെ പാട്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് ഹെയ്യങ്ങാണ് ദേഷ്യത്തി മറ്റവനെ പിടിച്ച് പേടിപ്പിച്ചുകൊണ്ടിരിക്കും. അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഈ ആക്സിഡന്റ് ഒക്കെ നടന്നേന്ന്. അപ്പോഴാണ് അവനും പെട്ടെന്ന് അടുത്ത ജോജയെ കണ്ട ഉടനെ അവളായിട്ട് പുറത്തേക്ക് സംസാരിക്കും. അങ്ങനെ ഇവനും സുൻഹോ ഇതുവരെ സ്കൂളിൽ വന്നില്ല, ഇവൾക്കിപ്പോ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ചെറിയ അടിയെ പറ്റുള്ളൂ, പക്ഷെ ഫ്രണ്ട് ഇരുന്നുകൊണ്ട് അവനെ കൂടുതൽ അടി പറ്റിയെന്ന് പറഞ്ഞ് അവനൊരു പ്രശ്നം ഉണ്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് അവൻ ആശുപത്രി ഡിസ്ചാർജ് ആയി. അതുകൊണ്ട് ഇവളെ സമാനപ്പെടാൻ പറയുമ്പോൾ ഇവൾ അവന്റെ അഡ്രസ്സും തരാൻ പറ്റുമെന്ന് അറിഞ്ഞ് അവന്റെ അടുത്ത് ചോദിച്ചു വാങ്ങിക്കും. അങ്ങനെ അതിനുശേഷം അന്ന് രാത്രി തന്നെ ഇവള് ക്ലാസ് കഴിഞ്ഞ് അവനെ കാണാൻ വേണ്ടി ചെല്ലുമ്പം അവള് വീടിന്റെ പുറത്തിരുന്ന് അവനെ കുറെ ഫോൺ കോളും മെസ്സേജ് അയച്ചു വെക്കും. പക്ഷെ അവന്റെ ഭാഗത്ത് നിന്ന് ഒരു മറുപടിയും കാണത്തില്ല. അങ്ങനെ ഓരോ ദിവസം ഇവള് അവനെ വിളിക്കാൻ വേണ്ടിയൊക്കെ ട്രൈ ചെയ്ത് നോക്കും. പക്ഷെ അവൻ കോൾ എടുക്കാത്തോണ്ട് ഇവളും പേടിച്ചിട്ട് നീ ഇപ്പൊ ഓക്കെയാണ് അല്ലേ എന്ന് പറഞ്ഞാൽ മതിയെന്ന് അവനോർത്ത് കുറെ ടെൻഷൻ ഇരിക്കും. അങ്ങനെ അതിനുശേഷം അവൾ സ്കൂളിൽ വെച്ച് ഗുവിനെ കണ്ടുമുട്ടുമ്പോഴാണ് അവൻ ഇവളെ സംസാരിച്ച് ആശ്വാസപ്പെടുത്താൻ നോക്കും. അങ്ങനെ ഒരാൾ നമ്മൾ ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നീട് നമ്മൾ ആ വ്യക്തിയെ മറക്കുന്നത് കുറെ കഷ്ടമെന്ന് പറഞ്ഞ് ഇവളോട് പറയുമ്പം ഇവൾ അവളുടെ കസിൻ ഗുൽമിയെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ അതേസമയം അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഞാനായിട്ട് മാറി. അതുകൊണ്ട് തന്നെ ജോജോ എന്നെ പോലെ നീ സങ്കടത്തി വീണു പോയില്ല, എനിക്ക് തന്നെ എന്റെ വേദന സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നിനക്ക് നടക്കാൻ നോക്കിയോ എന്നിട്ട് അവനും പറഞ്ഞിട്ട് പോയ ഉടനെ പെട്ടെന്ന് ഇവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അവൻ അയച്ചേക്കും. അതായത് ഇവൾക്ക് ഒരാൾ ഇഷ്ടമാണെങ്കിൽ ആ വ്യക്തിക്ക് ലവ് അലാറം അടിക്കാതിരിക്കാൻ വേണ്ടി ഇവൾക്കൊരു പ്രൊട്ടക്ഷൻ ഓൺ ചെയ്യാം. അങ്ങനെ ആ സംഭവം ഇവൾക്ക് മാത്രം അവൻ തന്നിട്ടുള്ളൂ എന്നറിഞ്ഞ് അവൾക്ക് മെസ്സേജ് ഇട്ടേക്കും. അതുകൊണ്ട് അവൾക്ക് ഉറപ്പായി ഈ ലവ് അലാറം ആപ്പ് ഉണ്ടാക്കിയത് ഇവനാണെന്ന്. അങ്ങനെ അതിനുശേഷം അവൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നോക്കുമ്പോഴാണ് ഹെയ്യുങ്ങാണ് ഇവൾക്ക് മെസ്സേജ് അയച്ചിട്ട് ഇന്ന് സുൻഹോയുടെ പേരൻസ് വീട്ടിലെന്നറിഞ്ഞ് ഇവളെ പെട്ടെന്ന് വരാൻ വേണ്ടി പറയും. അതുകൊണ്ട് അവൾ അപ്പം തന്നെ അവനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് ചെല്ലുമ്പം പുറത്തേക്ക് ഇറങ്ങുന്നതിന്റെ ഹെയ്യുങ്ങാണ് അവൻ സുൻഹോയെ കാണാൻ വിളിച്ചോണ്ടാന്ന് പറയും. അപ്പോഴാണ് പെട്ടെന്ന് സുൻഹോയുടെ
പേരൻസ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. അതോടെ അവനും പേടിച്ചിട്ട് ഒരു കാറിന്റെ പുറകെ ചെന്ന് ഹിവളെയും വിളിച്ച് ഒളിഞ്ഞിരിക്കുമ്പോഴാണ് സുൻഹോയുടെ അമ്മയായിരിക്കും ഇന്നത്തെ മീറ്റിംഗ് എല്ലാം ക്യാൻസൽ ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് വന്ന്. അതുകൊണ്ട് അവർ സംസാരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുമ്പം ഇവനിപ്പോ അവളോട് ഇനി സുൻഹയെ കാണുന്ന സീനാന്ന് പറഞ്ഞ് അവളെ വീട്ടിലേക്ക് ചെല്ലാൻ പറയും. അങ്ങനെ ഇവളെ വിളിക്കാൻ വേണ്ടി അവന് സുൻഹയോട് പറയാന്ന് പറഞ്ഞ് അവളെ പറഞ്ഞയക്കുമ്പം അവൾ വീണ്ടും ഓരോ ദിവസവും അവന് വേണ്ടി ആ വീട് വരെ വന്ന് നിൽക്കും. പക്ഷെ അവസാനം വരെ അവനെ കാണാൻ പറ്റി കാണത്തില്ല. അങ്ങനെ ആ പഴയ സംഭവങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് ഇവളിപ്പോ വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം ബസ്സിൽ പോയിക്കൊണ്ടിരുന്ന ഹെയ്യങ്ങും അവിടുത്തെ ബസ് സ്റ്റോപ്പ് കണ്ടിട്ട് ഇവന് ഹെയ്യങ് എപ്പോഴും അവിടെ നിൽക്കുന്ന ഓർമ്മകളൊക്കെ വന്നു. അതിനുശേഷം ബസ് എടുക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് അവിടേക്ക് ജോജയും വന്നിരിക്കുന്നത്. അതോടെ അവൻ അപ്പം തന്നെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി ഇവളെ കാണാൻ വേണ്ടി ഓടിയെത്തുമ്പോഴാണ് അതിനുമുമ്പേ തന്നെ അവൾ അവിടെ നിന്ന് പോയി കാണും. അതിനുശേഷം ഇവിടെ അടുത്ത ദിവസം സുൻഹുവും പുറത്ത് റെസ്റ്റോറൻറ്റ് ചെന്ന് ഹെയ്യങ്ങിനെ വിളിക്കുമ്പോഴാണ് ഹെയ്യങ് ആണ് പുറത്ത് ഓടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അവനും ഞാനിപ്പോൾ കുറച്ച് വർക്കൗട്ടിൽ അളിയാന്ന് പറഞ്ഞ് സുൻഹോടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇവൻ ഓടുന്ന സ്ഥലത്ത് അവിടെ കുറെ ആൾക്കാരാണ് ഫോണിൽ ലവ് അലാറം അടിക്കാത്തോണ്ട് സൂസൈഡ് ചെയ്ത് മരിച്ചുപോയി കാണും. അങ്ങനെ കൂട്ടത്തോടെ ഡെഡ് ബോഡീസ് കണ്ട ഉടനെ അവിടെ ഇരിക്കുന്ന ആൾക്കാരിൽ അത് കണ്ട് പേടിച്ച് വിറച്ചു പോകും. കാരണം ഈ ലവ് അലാറം എല്ലാവരുടെ ഫോണിൽ അടിക്കുന്ന കണ്ട് ചിലവർക്ക് അത് കൂടുതൽ വിഷമായി കാണും. കാരണം അവരുടെ ഫോണിൽ ലവ് അലാറം അടിക്കാത്തോണ്ട് ആർക്കും അപ്പം ഇവർ ഇഷ്ടമല്ലെന്ന് വിചാരിച്ച് അവർ സ്വയം മരിച്ചുപോയതാ. അങ്ങനെ അതുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ കാരണം തന്നെ മനുഷ്യർ ഒറ്റയ്ക്കായി പോകുമെന്ന് പറഞ്ഞ് ന്യൂസ് മൊത്തത്തിൽ വൈറലാകും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.